പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? സന്തോഷമായിരിക്കുന്നോ? നന്നായിരിക്കുന്നുവോ? വെറുതെ നന്നായിരിക്കുന്നുവെന്ന് പറയരുത്. തളർന്നാണല്ലോ ഇരിക്കുന്നത്. പുറത്തു പറയുന്നില്ലെങ്കിലും മനസ്സിനുള്ളിലൊരു തളർച്ചയുണ്ട്. വല്ലാത്തൊരു നിരാശ കാണപ്പെടുന്നുണ്ട്. എന്നെ സഹായിക്കാൻ ആരാണുള്ളത്? ഈ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ചിന്തിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് അല്ലേ? കർത്താവായ യേശു നിങ്ങളോട് എന്താണ് പറയുന്നതെന്നറിയാമോ? യെശയ്യാവ് 41:10 പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. തളർന്നിരിക്കുന്നവരെ ശക്തീകരിക്കുന്ന ദൈവമാണ് യേശു എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ തളർന്നിരിക്കുകയാണല്ലോ. എന്താണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തെ? എന്താണ് ഞാൻ അപേക്ഷിച്ചതൊന്നും തരാത്തെ? ഇത്രയും കാലമായില്ലേ, പ്രാർത്ഥിച്ചിട്ട് എന്താണ് പ്രയോജനം എന്ന് തളർന്നു പോയിരിക്കുകയാണോ? ദൈവവേല തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് ഫലം? ഒരു ഫലവും കാണുന്നില്ല, ഒരു കൊയ്ത്തും കാണുന്നില്ല. നിന്ദയും അപമാനവും ഞെരുക്കവുമാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്ന് നിരാശപ്പെട്ടിരിക്കുകയാണോ? ഞാൻ ഇത്രയും പ്രയത്നിക്കുന്നു, കഷ്ടപ്പെടുന്നു, എല്ലാം തോൽവിയിലാണ് അവസാനിക്കുന്നത്, നഷ്ടത്തിലാണ് അവസാനിക്കുന്നത്. ഇതെന്തൊരു ജീവിതമാണ് എന്ന് നിരാശപ്പെട്ടിരിക്കുകയാണോ? എങ്ങനെയെങ്കിലും മാറ്റമുണ്ടാകും, വീട്ടിനുള്ളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന് ഉപവാസവും എടുത്തു നോക്കി, ഒന്നും നടക്കുന്നില്ല എന്ന് നിരാശപ്പെടുകയാണോ? ദൈവം പറയുന്നു, മകളെ നീ തളർന്നു പോകരുത്, മകനെ തളർന്നു പോകരുത്, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. തളരുന്നവരെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കുന്നവനാണ്. ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നീ അപേക്ഷിച്ചത് നടക്കും, നീ പ്രതീക്ഷിക്കുന്നത് നടക്കും. ആ മാറ്റം ഞാൻ നിനക്കുണ്ടാക്കും. സഹായിക്കുന്ന, കൂടെയിരിക്കുന്ന ദൈവമാകുന്ന ഞാൻ നിനക്ക് തുണയായിട്ടില്ലേ? ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താ, എനിക്കാരുണ്ട് എന്ന് ചോദിച്ചാൽ ഞാനുണ്ടല്ലോ നിനക്ക്. നിന്നെ ശക്തീകരിക്കാനും ധൈര്യപ്പെടുത്താനും സഹായിക്കാനും നിനക്ക് വേറെ ആരെ വേണം? ഞാനുണ്ട് നിനക്ക് എന്ന് കർത്താവായ യേശു നിങ്ങളെ നോക്കി പറയുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ കൈപിടിച്ച്, യേശുവേ, അങ്ങാണെനിക്കെല്ലാം, അങ്ങെന്നെ ശക്തീകരിക്കണേ, ഞാൻ തളർന്നുപോയി, സഹായിക്കുമെന്ന് പറഞ്ഞില്ലേ, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു നോക്കൂ. ഇന്ന് തന്നെ അത്ഭുതം നടക്കും. നിരാശ എല്ലാവർക്കും ഉണ്ടാകും. ഏലിയാവ് നിരാശപ്പെട്ടു, പിന്നെ അബ്രഹാം നിരാശനായി. വാഗ്ദത്തം നിറവേറ്റാൻ താമസിച്ചതുകൊണ്ട് അബ്രഹാമിന് നിരാശയുണ്ടായി. താൻ പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ചത് നടന്നില്ല എന്ന് ഏലിയാവിന് നിരാശയുണ്ടായി. ഞാനും പല സമയത്ത് നിരാശനായിട്ടുണ്ട്. എത്രയോ പ്രാർത്ഥിക്കുന്നു, എത്രയോ കരയുന്നു, എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. എന്നാലും ഇത് പൂർത്തിയായി കാണാനാവുന്നില്ലല്ലോ. ചില സമയത്ത് മനസ്സ് തളർന്നു പോകും. പ്രാർത്ഥിച്ചിട്ട് എന്താ ഫലമുണ്ടായത് എന്നൊക്കെ ചിന്തിക്കാൻ തോന്നും. അപ്പോൾ ദൈവം പറയും, നീ അങ്ങനെ ചിന്തിക്കരുത്, നിന്റെ പ്രാർത്ഥനകളെല്ലാം ഞാൻ കേട്ടു. നിന്റെ കണ്ണുനീർ സ്വർഗത്തിലെ തുരുത്തിയിലുണ്ട്. ഉത്തരം തരാനുള്ള സമയം വരുന്നു, നീ അത് വേഗം തന്നെ കാണും. ഞാൻ നിനക്കെല്ലാം ചെയ്യും. കർത്താവിന്റെ വാക്ക് എന്നെ ധൈര്യപ്പെടുത്തി, പുതിയ ശക്തി തരും. അതാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. എന്റെ മകനെ, എന്റെ മകളെ, ഞാനുണ്ട് നിനക്ക്. ഞാൻ നിനക്ക് ധൈര്യം തരുന്നു, നിന്നെ ശക്തിപ്പെടുത്തുന്നു. തളരരുത്, പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്, വിശ്വാസത്തെ ഉപേക്ഷിക്കരുത്, യേശുവോടൊത്ത് നടക്കുന്നത് നിർത്തരുത്, കൂടെ നടക്ക്. നീ അത്ഭുതം കാണും എന്ന് ദൈവം പറയുന്നു. ദൈവം നിങ്ങളോടാണ് സംസാരിക്കുന്നത്. എത്ര വലിയ സന്തോഷമാണല്ലേ! ദൈവത്തോട് പറയൂ, ദൈവമേ, അങ്ങെന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു. നിരാശനായിരുന്ന എന്നെ ശക്തീകരിച്ചുവല്ലോ. അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം പിതാവേ. അങ്ങെന്നെ സഹായിക്കും എന്ന് വാക്ക് തന്നിരിക്കുന്നുവല്ലോ. എന്നെ സഹായിക്കണമേ ഈ കാര്യത്തിൽ, എന്റെ കുടുംബത്തിലും ജോലിയിലും പഠിപ്പിലും, എന്റെ മക്കളുടെ കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യണമേ, എന്നെ സഹായിക്കണമേ. അങ്ങയുടെ വാക്കുപ്രകാരം അത്ഭുതം ചെയ്യണമേ. ഞാൻ അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ